എൻ്റർപ്രൈസ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. ഇനി ഒരു സ്ഥാപനം എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. ദ ഹൗസ് ഓഫ് ക്വാളിറ്റി എ പാർട്ട് QFD ഈസ് ബേസിക് ഡിസൈൻ ടൂൾ ഓഫ് ക്വാളിറ്റി ഫംഗ്ഷനിങ്. ഹൗസ് ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ആംഗിളിൽ നിന്നും ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓരോ ഇപ്പം നമ്മൾ പറഞ്ഞു സ്പീഡ് കൂടുതൽ വേണം, ഫ്യൂവൽ കുറവ് വേണം, എൻജിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കൂടുതൽ കാലം എൻജിന് ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനനുസരിച്ചൊക്കെ റേറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ ചെയ്തിട്ട് തന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽസൊക്കെ ചേഞ്ച് വരുത്താം. മിക്കപ്പോഴും നമ്മൾ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി വരുന്നത്. ദ ബേസിക് ഡിസൈൻ അവിടെ പറയുന്നത് ഇറ്റ് ഐഡൻറ്റിഫൈസ് ക്ലാസിഫൈ കസ്റ്റമർ ഡിസയേഴ്സ്, ഐഡൻറ്റിഫൈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസയേഴ്സ്, ഐഡൻറ്റിഫൈ എഞ്ചിനീയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. മെയിനായിട്ട് നോക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഡിസയേഴ്സ്, അവരുടെ വാണ്ട്സ് എന്താണ്, അതാണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. എന്തൊക്കെ പർപ്പസിനാണ് ഇത് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ അഡീഷണലായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും, വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ദോസ് ഡിസൈൻ, അതിൽ ഏതൊക്കെ ഡിസയേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഒരു പരിധിക്കപ്പുറം സ്പീഡ് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്പീഡ് വേണം എന്ന് പറഞ്ഞാലും ഒരു പരിധി ആണ് സ്പീഡ്. പിന്നെ അതിൻ്റെ കുറേ കണ്ടീഷൻ, അതിപ്പോൾ ഇപ്പോഴും എന്താ പറയുക, അപ്ഡേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്, ഇൻഡസ്ട്രിയാണ് ഇലക്ട്രിക് വെഹിക്കിൾസ്. അപ്പോൾ അതിലിങ്ങനെ മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞ് അതിന് വലിയ മാർക്കറ്റൊന്നും ക്യാപ്ചർ ചെയ്യാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. ചെറിയ തോതിൽ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ കസ്റ്റമേഴ്സിൻ്റെ കുറേ പ്രോബ്ലംസ്, ഇതിപ്പോൾ സർവീസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ കുറേ ദിവസം എടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സർവീസിങ് വരുന്നുണ്ട്. പിന്നെ അതൊരു 5 വർഷത്തേക്കാണ് അത് ഗ്യാരണ്ടി പീരീഡ് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ് ഈ വെഹിക്കിൾസിൻ്റെ പ്രോബ്ലമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അതെന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാതും നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓവർകം ചെയ്ത് കൊണ്ടുവരാനാണ് പറ്റുള്ളൂ. ഐഡൻറ്റിഫൈ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദോസ് ഡിസയേഴ്സ്, ഐഡൻറ്റിഫൈ എഞ്ചിനീയറിംഗ് ക്യാരക്ടേഴ്സ് വിച്ച് മേ റെലവൻറ്റ് ടു ദോസ് ഡിസയേഴ്സ്. അതിൽ എത്രമാത്രം നമുക്ക് എഞ്ചിനീയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അതിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബാറ്ററിക്ക് 5 വർഷത്തെയാണ് ഡ്യൂറേഷൻ അവർ പറയുന്നത്. 5 വർഷം കഴിഞ്ഞാൽ അത് മാറ്റണം. ബാറ്ററിക്കാണ് അതിൻ്റെ ചാർജ്, വണ്ടിയുടെ പകുതി 3/4 ഭാഗം റേറ്റ് വരുന്നത് ഈ ബാറ്ററിക്കാണ്. ബാറ്ററി മാറ്റുമ്പോൾ പുതിയ വണ്ടി മേടിക്കുന്ന പോലെ തന്നെയാണ്. 5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ പുതിയത് മേടിക്കണം. അപ്പം നമ്മളിപ്പോൾ വാങ്ങിയ വണ്ടി ചിലപ്പോൾ 15 കൊല്ലം 20 കൊല്ലമൊക്കെ നമുക്ക് 15 കൊല്ലമൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും, സാധാരണ വെഹിക്കിളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ. ഇതിനാണെങ്കിൽ റേറ്റും കൂടുതലാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ 2-3 കൊല്ലം ഇപ്പോൾ ഇതിന് വേണ്ടി 5 കൊല്ലം കഴിയുമ്പോൾ പുതിയത് വാങ്ങുമ്പോൾ അത്രയും അതിൻ്റെ 1/4 ഭാഗം പൈസ കൊണ്ട് നമുക്കിവിടെ പെട്രോൾ അടിച്ചിട്ട് അത്രയും കാലം യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, അവരുടെ ഡിസൈൻസ് മുഴുവനായിട്ട് നമുക്ക് പ്രൊഡക്റ്റിൽ മാറ്റം വരുത്താൻ പറ്റില്ല. പക്ഷെ എന്നാലും അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. കോറിലേറ്റ് ദ ടു അലൗസ് ഫോർ വെരിഫിക്കേഷൻ ദോസ് കോറിലേഷൻ. നമ്മൾ ഇതിലെന്ത് ചെയ്യുന്നു, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, നമ്മുടെ ഡിസയേഴ്സ്, അത് കസ്റ്റമേഴ്സിൻ്റെ ഡിസയേഴ്സും എഞ്ചിനീയറിംഗ് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോറിലേഷൻ, അത് തമ്മിലുള്ള ബന്ധങ്ങൾ കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യുക. അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ പ്രിയോറിറ്റി അനുസരിച്ചുള്ള പ്രൊഡക്റ്റിൽ അപ്ഡേഷൻസ് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ ഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ. ദിസ് പ്രോസസ് ക്യാൻ ബി അപ്ലൈഡ് എനി സിസ്റ്റം കോമ്പോസിഷൻ. എല്ലാ ഭാഗത്തും ഓരോ സിസ്റ്റത്തിലും നമ്മളത് ഉപയോഗിക്കണം. ഡിസൈൻ ദ പ്രൊഡക്റ്റ് ക്യാനുവൽ അസസ്മെൻറ്റ് ഡിഫറെൻറ്റ് അബ്സ്ട്രാക്ഷൻ, ആ ഡിസൈനിൽ വരുന്ന വ്യത്യാസങ്ങൾ. ഇൻറ്റൻസീവ്ലി പ്രോഗ്രസ് ത്രൂ നമ്പർ ഓഫ് ഹൈറാർക്കിക്കൽ ലെവൽ ഓഫ് വാണ്ട്സ് ആൻഡ് ഹൗ അനലൈസ് ദ സ്റ്റേജ് ഓഫ് പ്രൊഡക്റ്റ് ഗ്രോത്ത്. ഇനി പ്രൊഡക്റ്റ് ഗ്രോത്തിൻ്റെ സ്റ്റേജിൽ ഓരോ സ്റ്റെപ്പ് ആൻഡ് പ്രൊഡക്ഷൻ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സമയത്ത്, സർവീസ് ചെയ്യുന്ന സമയത്ത്, അതൊക്കെ നമ്മളിപ്പോൾ വണ്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ സർവീസ് ചെയ്ത് കൊടുത്താലും മതി. ചെറിയ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സർവീസ് ചെയ്ത് കൊടുത്താലും നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് എത്രമാത്രം സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. The output of the house of quality is generally metrics of the customer desires on one dimension and correlated non-functional requirements. അതായത് എന്ത് ചെയ്യാണ്, മെട്രിക്സ് കസ്റ്റമേഴ്സിൻ്റെ ഡിസയേഴ്സും നമ്മുടെ എഞ്ചിനീയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സും തമ്മിൽ നമ്മൾ എത്രമാത്രം പോസിറ്റിവിറ്റി ഉണ്ട്, എത്രമാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ചില ഫീൽഡുകളുണ്ടായിരിക്കും, അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രിയോറിറ്റി മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുകയാണ് ചെയ്യുക. ദ സെൽസ് ഓഫ് മെട്രിക്സ് ടേബിൾ ആർ ഫിൽഡ് വിത്ത് വെയിറ്റ് അസൈൻഡ് ദ സ്റ്റേക്ക് ഹോൾഡർ. അതായത് ആ മെട്രിക്സിൻ്റെ, ആ ബോക്സുകളുടെ മെട്രിക്സിൻ്റെ വെയിറ്റുകൾ ഓരോന്നിനും ഇമ്പോർട്ടൻസ് കൊടുക്കും. ആ ഇമ്പോർട്ടൻസിന് ഇത്ര രൂപ, അപ്പോൾ
ഇത്രയാണെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണോ അതിൻ്റെ വെയിറ്റ് കൊടുത്തിട്ട് അതാണ് എടുക്കുക. ദെൻ വേർ ദർ ഇസ് എ ക്യാരക്ടർ അഫക്റ്റഡ് ബൈ ദ സിസ്റ്റം പാരാമീറ്റർ അക്രോസ് ദ ടോപ്പ് ഓഫ് ദ മെട്രിക്സ്. അത് നമ്മളെല്ലാതും കൂടി ടോട്ടലിയും കോളംസ് ഒക്കെ അറ്റ് ദ ബോട്ടം ഓഫ് ദ മെട്രിക്സ് ദ കോളം ഈസ് സമ്മണ്ട്. അതായത് സം ചെയ്യും, എല്ലാതും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് അതിലേതാണ് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ആ തീരുമാനം അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് പ്രൊഡക്റ്റിൽ അപ്ഡേഷൻസ് വരുത്തുന്നത്. സിസ്റ്റം പാരാമീറ്റേഴ്സ് നോട്ട് കോറിലേറ്റഡ് സ്റ്റേക്ക് ഹോൾഡർ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരിക്കലും അത് രണ്ടും ഒരേപോലെ ആവണമെന്നില്ല. ദെൻ എംപ്റ്റി മെട്രിക്സ് കോളം, അതിൽ ഉള്ളിൽ പെടാത്ത കോളംസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിൽ നമുക്ക് എത്രമാത്രം എഞ്ചിനീയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻവോൾവ് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ഇൻവോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് നോട്ട് അഡ്രസ്ഡ് ബൈ ദ ഡിസൈൻ പാരാമീറ്റർ. ചിലത് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലത് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കസ്റ്റമേഴ്സ് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ കണ്ടെത്തിയിട്ട് അതിൽ ചേഞ്ചസ് വരുത്തി നമ്മുടെ എൻജിനീയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കളേഴ്സൊക്കെ, ഇപ്പോൾ കാറിൻ്റെയൊക്കെ കളർ ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിക്കും. ഈ കളറ് എല്ലാ കളറും ഇപ്പോഴും മാർക്കറ്റിലില്ല. ഓരോ സീരീസ് ഓഫ് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോഴും അതിനൊരു 3-4 കളർ മാത്രമാണ് മാർക്കറ്റിൽ ഇറക്കുക. അപ്പോൾ ബ്ലാക്കും വൈറ്റും പിന്നെ മറ്റുള്ള കളർ ഇപ്പോൾ നമുക്ക് ഒരുപാട് മൾട്ടി കളേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ അതെല്ലാതും നമ്മൾ കാറിൽ ചെയ്യുന്നില്ല. അത് ചെയ്യാനുള്ള കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ കളറുകളും നമ്മൾ കാറുകളിൽ വരാത്തത്. അതിൻ്റെ കുറേയൊക്കെ കളറുകൾ റെഡ്, ബ്ലൂ അങ്ങനെയുള്ള കളറുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കൂടി കുറേ കളറുകളൊന്നും ഇപ്പോഴും നമ്മുടെ കാറുകളിൽ ഉപയോഗിച്ച് തുടങ്ങിയില്ല. അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട് അത് ഉപയോഗിക്കാനായിട്ട്. ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ എല്ലാതും നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെട്രിക്സ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ പിക്ചർ കിട്ടും. ആ പിക്ചർ ഇതിൻ്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുക. പ്രത്യേകിച്ച് അതിലൊന്നുമില്ല, നമുക്ക് അതിൽ ജസ്റ്റ് പ്രിയോറിറ്റൈസ് ചെയ്തിട്ട് ഓരോന്നിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുക, സ്റ്റാർ മാർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ.